വെള്ളാപ്പള്ളി നടേശൻ 2000 കാലഘട്ടത്തിൽ വലിയ പവർഫുൾ ആയിരുന്നു. നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറത്ത് പവർഫുൾ ആയിരുന്നു. നോക്കൂ, 30 വർഷം SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയായി ഇരിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല. 28 ലക്ഷം 30 ലക്ഷത്തോളം അംഗങ്ങളുടെ SNDPയിൽ ഈ വോട്ടുകളില്ല. 30 ലക്ഷത്തോളം അംഗങ്ങളുള്ള SNDPയിൽ എല്ലാ കാലത്തും ജനറൽ സെക്രട്ടറിയായി ഇരിക്കാൻ വേണ്ടി 200 പേർക്ക് ഒരു വോട്ട് എന്ന തരത്തിലൊരു പ്രാതിനിധ്യ വോട്ടിംഗ് സംവിധാനം കൊണ്ടുവരികയും 30 വർഷക്കാലം ജനറൽ സെക്രട്ടറിയായി തുടരുകയും ചെയ്തു. കോടതി വേണ്ടിവന്നു ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് വെള്ളാപ്പള്ളി നടേശനെ മാറ്റാൻ എന്ന് പറയുന്നത്. കേരള ഹൈക്കോടതി ഈ കേസിൽ ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ ഇപ്പോഴും വെള്ളാപ്പള്ളി നടേശൻ തന്നെയായിരിക്കും SNDPയുടെ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്നത്. അങ്ങനെ ഒരു കുടുംബ സ്വത്താക്കി SNDP യോഗത്തെ വെള്ളാപ്പള്ളി നടേശൻ മാറ്റി. SNDP ട്രസ്റ്റിൻ്റെ എല്ലാ സ്വത്തുക്കളും അദ്ദേഹം കൈയടക്കി വെച്ചു. അതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിലൊക്കെ തന്നെ കോടിക്കണക്കിന് രൂപയുടെ നേട്ടമാണ് വെള്ളാപ്പള്ളി നടേശൻ ഉണ്ടാക്കിയതെന്ന് എത്രയെത്ര ആരോപണങ്ങൾ വേണം. ഒരു വലിയ സാമ്പത്തിക ക്രമക്കേടാണെന്ന്, ഒരു സമാന്തര സാമ്പത്തിക സംവിധാനം ഉണ്ടാക്കുകയാണ്, വലിയ സാമ്പത്തിക ക്രമക്കേട് ഉണ്ടാക്കുകയാണ്. എന്നിട്ട് ഒരു സർക്കാർ പോലും ഇതിനെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. ആ വെള്ളാപ്പള്ളി നടേശനെയാണ് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടാകുന്നതിനിടയിൽ പിണറായി വിജയൻ വാഹനത്തിൽ കയറ്റി പമ്പയിലെ അയ്യപ്പ സംഗമത്തിലേക്ക് കൊണ്ടുപോയത്. ഇതൊക്കെ കൊടുത്ത സന്ദേശം എന്ന് പറയുന്നതാണ് ഈ തെരഞ്ഞെടുപ്പിലെ വലിയ രാഷ്ട്രീയ തിരിച്ചടി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇനിയെങ്കിലും ഈ വിഷയത്തിൽ സർക്കാർ കണ്ണു തുറന്ന് ശക്തമായ നടപടി വെള്ളാപ്പള്ളി നടേശനെതിരെ സ്വീകരിക്കണം എന്നുള്ളതാണ്. വെള്ളാപ്പള്ളി നടേശൻ്റെ ഈ തന്ത്രങ്ങൾ, വെള്ളാപ്പള്ളി നടേശൻ്റെ ഈ രാഷ്ട്രീയ കൗശലങ്ങൾ അത് തീർച്ചയായും ശക്തമായ നടപടി അർഹിക്കുന്നതാണ്. വലിയ സാമ്പത്തിക തട്ടിപ്പാണ് നടത്തിയിട്ടുള്ളത് എന്നുള്ള ആരോപണങ്ങൾ ശക്തമാണ്. സാധാരണക്കാരായ മനുഷ്യരെയാണ് പറ്റിച്ചിരിക്കുന്നത്, പാവപ്പെട്ട സ്ത്രീകളെ, ഈ KK മഹേശൻ ഉൾപ്പെടെയുള്ളവർ.